ഹായ്, എൻ്റെ പേര് ശ്രീജിനി. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്, അതായത് ബേസിക്കായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇനി എൻ്റെ ഈ ചാനലിൽ ഒരുവിധം സ്റ്റിച്ചിങ് വീഡിയോസ് തന്നെ ആയിരിക്കും. അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഫസ്റ്റത്തെ ക്ലാസ്സാണ്. അതിൽ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് പഠിക്കുന്നവർ, ഇപ്പോൾ ഇതാണ് പടി, ഇതുമ്മലാണ് നമ്മൾ ചവിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഈ റിങ് ഇങ്ങോട്ട് മുന്നിലേക്ക് നമ്മൾ ഇങ്ങനെ ആക്കുന്നതും ആക്കിക്കൊണ്ട് കണ്ടു, ഇങ്ങനെ കാല് രണ്ട് സൈഡിലും വെച്ചിട്ട് ഇങ്ങനെ ചവിട്ടി കൊടുക്കും. പ്രഷർ ആദ്യം ബാക്കിലേക്ക് ഇങ്ങനെ ചവിട്ടണം. ഓക്കെ, ഇനി വിരലുകൊണ്ട് മുന്നിലേക്ക് ഇനി ഉപ്പിറ്റ് ബാക്കിലത്തെ ഉപ്പിറ്റ് കൊണ്ട് മുന്നിലേക്ക് ആവുമ്പോൾ ഇതേ ഇതിൽ ചവിട്ടണം. ഓക്കെ, എന്നാലാണ് ഇത് കറക്റ്റായിട്ട് ആവുള്ളൂ. രണ്ട് കാലും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തന്നെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻ നീങ്ങില്ല. ഓക്കെ, അപ്പോൾ അതായത് ചവിട്ടൽ ആദ്യം പഠിക്കണം, ആദ്യം മെഷീൻ ചവിട്ടാൻ പഠിക്കണം, അതിന് ശേഷം തയ്ക്കാൻ നോക്കിയാൽ മതി. അപ്പോൾ ആദ്യം പഠിക്കുന്നവരാണെന്ന് വെച്ചാൽ, ചവിട്ടാൻ പോലും അറിയാത്തവരാണെന്നുണ്ടെച്ചെങ്കിൽ ഈ നൂല് നമ്മൾ ഇതിങ്ങനെ അയച്ചിട്ടാൽ മതി. ഇത് ഊരിയിടാം. അതതിൻ്റെ ആ ചക്രത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് കെട്ട് വീഴാത്ത രീതിയിൽ മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് കാല് വെച്ചിട്ട് ഇങ്ങനെ ചവിട്ടി പഠിക്കാം. ഓക്കെ, വെറുതെ ഇങ്ങനെ ചവിട്ടി പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വള്ളി ഇട്ടിട്ട് നൂല് ഇടണ്ട. നൂല് സൂചിക്ക് ഉള്ളിൽ ഇടാതെ ജസ്റ്റ് ചവിട്ടൽ മാത്രം ഇങ്ങനെ ചവിട്ടി പഠിക്കാം. അത് ഓക്കെ ആയി, അതായത് ബാക്കിലേക്ക് ഈ വീല് ബാക്കിലേക്ക് പോവാതെ ഫ്രണ്ടിലേക്ക് തന്നെ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു തന്ന ഇതേപോലത്തെ സ്റ്റിച്ച് അടിക്കുക. ഓക്കെ, വരച്ചിട്ട് അതിപ്പോൾ ഇങ്ങനെ നേരെ ആവണം എന്നില്ല, വി ഷേപ്പിൽ അതേപോലെ യു ഷേപ്പിൽ ഒക്കെ നിങ്ങൾ സ്റ്റിച്ച് അടിച്ച് പഠിക്കണം. ഓക്കെ, അപ്പോൾ വരച്ചിട്ടുള്ള ആ ഇതും കൂടെ തന്നെ കുറച്ച് വലുതാക്കി വരച്ചോട്ടോ. യു ഒക്കെ ആകുമ്പോൾ വിയും യു ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് അടിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം ചവിട്ടൽ പഠിക്കുക, അതിൻ്റെ ശേഷം മാത്രം ഇതിൽ നൂലിട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കാം കേട്ടോ. അതല്ല ചവിട്ടൽ കറക്റ്റ് അല്ല, അത് ബാക്കിലേക്ക് പോകാൻ കുറച്ചൊന്ന് ചവിട്ടും, കറക്റ്റ് മുന്നിലേക്ക് ഈ വീല് കറങ്ങും, പക്ഷേ പിന്നെ നിങ്ങൾ അടിക്കുമ്പോൾ അത് ബാക്കിലേക്ക് പോകും. ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, നമ്മുടെ ഈ സൂചിയുടെ ഉള്ളിലത്തെ നൂല് ഒരു പൊട്ടൽ കേൾക്കാം. അപ്പോൾ പൊട്ടിയിട്ടുണ്ടാവും. അതാണ് ഇവിടെ പഠിക്കാൻ വരുന്ന ഒട്ടുമിക്ക പിള്ളേർക്കും ഫസ്റ്റിൽ വരുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം നൂല് പൊട്ടലാണ്. അപ്പോൾ ഇവരുടെ ഈ ചവിട്ടുന്നത് കറക്റ്റ് അല്ലാണ്ടാവുമ്പോഴും നൂല് പൊട്ടും, അതല്ലാതെയും പൊട്ടും കേട്ടോ. അപ്പോൾ ആദ്യം ചവിട്ടുന്നത് കറക്റ്റായിട്ട് ചവിട്ടാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ വി കഴുത്തും യു കഴുത്തും എങ്ങനെ അടിച്ച്, അതായത് ഇങ്ങനെ ആദ്യം ആകൃതിയിൽ അടിച്ച് എങ്ങനെ അടിക്കണം എന്നുള്ള ഒരു വീഡിയോയും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർ ഇത് ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് അത് എന്തെങ്കിലും പ്രശ്നം ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഇടാം എന്നതിനെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്കത് നോക്കാം. നമ്മൾ നൂല് ഇവിടെ വെച്ചു, അതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒരു അതിലൂടെ ഇട്ടിട്ട് നേരെ താഴെ ടെൻഷനാണ് കേട്ടോ ഇത്, അതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്, അതിലോട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഇടണേ. കാണുന്നുണ്ടോ?
കണ്ടിട്ട് നമുക്ക് ഒന്നുകൂടി കാണിക്കുകയാണ്. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് ഇങ്ങനെ വന്ന് ഇണക്കി എടുത്തു. ഇനി ഇതിനുള്ളിൽ കൂടെ എടുക്കണം. ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ ഓക്കെ എടുത്തു. അപ്പോൾ കറക്റ്റ് ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇവിടെ ഇങ്ങനെ ഒരു അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. താഴെ ഇവിടെ ഇങ്ങനെ എടുത്തു. ഓക്കെ, നമ്മൾ സൂചി മെല്ലെ പൊക്കി വയ്ക്കുക. എന്നിട്ട് ഇതിലൂടെ ഇട്ടു. ഓക്കെ, ഇങ്ങനെയാണ് ഈ സാധാ സിംഗിൾ മെഷീനിൽ നമ്മൾ നൂല് കോർക്കുന്നത് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇതുവരെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി അടുത്തത് ബോബിൻ കേസ്. ഇതിൽ നൂലിടുന്നതാണ് കാണിക്കുന്നത്. ഇതാണ് ബോബിൻ കേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നൂല് ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് കേസിൽ ഇവിടെ ഇങ്ങനെ ഒരു ഇത് കാണുന്നുണ്ടോ? ഈ ഗ്യാപ്പ് കൂടെയാണ് നൂല് നമ്മൾ ഇങ്ങനെ പിടിച്ച് ഇതിങ്ങനെ ഇട്ടിട്ട് ഈ നൂലിനെ ഇതിലൂടെ കയറ്റി മെല്ലെ ഇങ്ങോട്ടേക്ക് എത്തിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് എത്തി. ഇനി ഈ നൂല് നമ്മൾ ഇങ്ങനെ വെച്ച് ഇതിങ്ങോട്ടേക്ക് ഇവിടേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. കറക്റ്റായിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. കാണുന്നില്ല, ഒറ്റയ്ക്കാണ്, ഞാൻ തന്നെയാണ് ഇത് എടുക്കുന്ന വീഡിയോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ വെച്ചു. ഇത് ഒന്നിങ്ങനെ ആക്കിയിട്ട് ഈ സംഭവം ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു, അപ്പോൾ ഇതിങ്ങനെ വെച്ച് ഇതിനുള്ളിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ സൂചി ഇത് മുകളിലേക്ക് ആക്കി വെക്കണം കേട്ടോ. മുകളിലേക്ക് ആക്കി വെച്ചു. എന്നിട്ട് ഇതിങ്ങനെ വെച്ചു. ഇതൊന്നിങ്ങനെ ഇതാക്കിയിട്ട് ഉള്ളിലേക്ക് ആക്കുമ്പോൾ ഒരു ശബ്ദം ഇപ്പോൾ കേട്ടായിരുന്നു. നിങ്ങൾ കേട്ടോ? ഞാൻ ഒന്നും കൂടി ഇട്ട് കാണിച്ചു തരാം. എടുത്തു, ഇങ്ങനെ വെച്ചു, ഇതിങ്ങനെ പൊക്കിയിട്ടുണ്ട്. ഓക്കെ, ഒന്നും കൂടി കാണിച്ചു തരാം. എന്ന് വെച്ച് ഇപ്പോൾ ഒരു ശബ്ദം കേൾക്കും അമർത്തുമ്പോൾ, കേട്ടോ? അപ്പോൾ ഇപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബോബിൻ കേസ് അതിലിട്ടു. ഇപ്പോൾ നമ്മുടെ മെഷീൻ സ്റ്റിച്ചിങ് ചെയ്യാൻ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തയ്ച്ച് നോക്കാം. ഫസ്റ്റ് ആദ്യമായിട്ട് തയ്ക്കുന്നവർ ഫസ്റ്റിൽ തന്നെ വെറുതെ ഒരു വര വരച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ അടിക്കുകയാണ് ചെയ്യുക. ഒരു വര വരച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവാതെ കറക്റ്റായിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കും. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കേണ്ടത്. അതായത് ഒന്നും അറിയാത്ത ആളുകളോടാണ് പറയുന്നത്. സ്റ്റിച്ചിങ് ഒന്നും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ അത്. സ്റ്റിച്ചിങ് അറിയുന്നവർ ഇത് കാണണമെന്നില്ല. ഓക്കെ, നമ്മൾ ഓരോ വരകൾ വരച്ചു കൊടുക്കുക. വരച്ചിട്ട് അതിൻ്റെ ഞാനിപ്പോൾ എനിക്ക് ഓക്കെയാണ്, കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇത് സ്ട്രെയിറ്റ് ഒരു വര വരച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ വേണം കേട്ടോ നിങ്ങൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലെ പിന്നെ സ്ലോവിൽ അടിച്ചാൽ മതി. ധൃതി പിടിച്ച് വേഗമൊന്നും അടിക്കണ്ട. പിന്നെ ആദ്യമായിട്ട് തയ്ക്കാൻ ഒരു മെഷീൻ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ സ്പീഡിൽ നമുക്കത് തയ്ക്കാൻ പറ്റണമെന്നില്ല.